ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാള ഡ്രാമ ലവർ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്ഫെയർ ആൻഡ് ഫെയറി 4ൻ്റെ 16th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വേഗം വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് നമ്മുടെ ടിയാനാണെങ്കിലും സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവർ മൂന്നാളും ടിയാന കാണാൻ വേണ്ടി അടുത്തേക്ക് വരുന്നുണ്ട്. ടിയാനാണെന്നുണ്ടെങ്കിൽ മാംഗ്ലിനെ ഒട്ടും ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോഴും ടിയാന ഒരു കണക്കിന് അവളെ ഫേസ് ചെയ്തിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് തന്നെ പറയാണ്, മാംഗ്ലി സോറി സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, നീ എന്നെ കൊല്ലുകയാണെങ്കിലും ചെയ്തോ, നിന്റെ ദേഷ്യം മാറുന്നവരെ നിനക്ക് എന്തെങ്കിലും പറയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മാംഗ്ലി ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നുന്നുണ്ടാവാം. ആ സമയത്ത് ലിൻഷു പറയുന്നുണ്ട്, നീ എന്തൊക്കെയാ പറയുന്നത്, ഇങ്ങനൊന്നും പറയില്ല, അവൾ നിന്റെ ഒരു ഫ്രണ്ട് അല്ലേ, നിനക്ക് ഈ ഒരു അവസ്ഥ വന്നതിൽ അവൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ നമ്മുടെ ലിൻഷു പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിയും പറയുന്നുണ്ട്, ഇനി ഈ വിഷയത്തെ പറ്റിയൊന്നും പറയാൻ വേണ്ടി ഇതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനാണെങ്കിൽ സീനിയറിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാവും എൻ്റെ അച്ഛൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവുക, അതേപോലെ മാംഗ്ലീൻ്റെ അച്ഛനും അമ്മയും എന്തിനു വേണ്ടിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക, എനിക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീനെ പറയുന്നുണ്ട്, നിനക്ക് അറിയുന്ന അതേ കാര്യങ്ങൾ തന്നെ എനിക്ക് അറിയത്തുള്ളൂ, അതിനെ കൂടുതൽ എനിക്ക് അറിയത്തില്ല, നമുക്ക് കുറച്ച് എന്നിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനെപ്പറ്റി കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ, ഇതിൽ എന്തൊക്കെയോ കളികൾ നടക്കുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ മാംഗ്ലീൻ്റെ അച്ഛനെയും അമ്മയും കൊല്ലാൻ നോക്കിയിട്ട് പിന്നെ എന്തിനാണ് മാംഗ്ലീനെ ആ ഒരു ജയുടെ കഴുത്തിലിട്ടിട്ട് രക്ഷിക്കാൻ നോക്കിയത്, ഇതിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നൊക്കെ നമ്മുടെ ടിയാൻ ഇങ്ങനെ സീനോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ അടുത്തുനിന്നിട്ട് പറയുന്നുണ്ട്, വേണ്ട ഇനി ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട, പിന്നെയും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നാലും പ്രശ്നങ്ങൾ ഗുരുതരാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത കാണിക്കുന്നത് നമ്മുടെ ടിയാനെയാണ്. ടിയാൻ്റെ അച്ഛൻ്റെ ആ ഒരു നിലവ് പലക ചേർത്ത് പിടിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. കണ്ണെടുക്കുമ്പോഴും അവൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവട്ടോ. പെട്ടെന്ന് അവനിങ്ങനെ ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ പലക നോക്കിയിട്ട് വളരെ കഷ്ടത്തോടെയൊക്കെ നോക്കി കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ ആ റൂംമേറ്റിനെ പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇവിടെ നിന്ന് മരിക്കപ്പെട്ടു, ഇനിയും നീ അച്ഛനെ പറ്റി ഓർത്ത് സങ്കടപ്പെടരുത്. അപ്പൊ റൂംമേറ്റ് നല്ലൊരു പയ്യനായിട്ടാണ് അവിടെ കാണിക്കുന്നത്. എന്നിട്ട് റൂംമേറ്റ് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കുക, ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നിന്റെ അച്ഛന് വേണ്ടിയിട്ട് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ ഇവിടെ നിന്ന് പോയി തരാമെന്നൊക്കെ പറഞ്ഞാൽ ആ പയ്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ പയ്യനാണെങ്കിൽ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ ആ ഒരു പലക വെച്ചിട്ട് അവനെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് അച്ഛൻ മാംഗ്ലിയുടെ അച്ഛനും അമ്മയും കൊന്നത്, അച്ഛൻ പറയാറില്ല ഞാൻ പറയണതെല്ലാം അച്ഛൻ കേൾക്കുന്നുണ്ടെന്ന്, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മറുപടി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ സീനിയേഴ്സൊക്കെ ഡോറൊക്കെ തല്ലിപ്പൊടിച്ച് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ അറിവില്ലേ ഈ ചന്ദനത്തിലൊക്കെ കഥിച്ച് പ്രാർത്ഥിക്കാൻ, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടെ മരിച്ചു പോയ 3000 പേരുടെ ആത്മാക്കൾക്ക് അത് ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ കൂടെയുള്ള ആ ഒരു പയ്യനെയും ദേഷ്യത്തോടെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് എന്താണെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ സീനിയേഴ്സൊക്കെ നമ്മൾ ടിയാനോട് തല്ലുകൂടാൻ വരുന്നുണ്ട്. ടിയാൻ്റെ അച്ഛൻ്റെ ആ ഒരു പലക നശിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പുറത്താണെന്ന് ആ സീനിയർ ആയിട്ടുള്ള ഒരു പെണ്ണവിടെ നോക്കി നിൽപ്പുണ്ടാവും, പക്ഷെ ഒന്നും റിയാക്ട് ചെയ്യുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മുടെ മാംഗ്ലി എന്നിട്ട് ചൂടാവുന്നുണ്ട്, എന്താ സീനിയർ ഇങ്ങനെ ഒന്നും കണ്ടിട്ട് നോക്കാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ ഒന്നും മൈൻഡാക്കാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി ലിൻഷയും കൂടി അകത്തേക്കൂട്ട് അവർക്ക് തടഞ്ഞിട്ട് പറയുന്നുണ്ട്, സീനിയേഴ്സ് നിങ്ങൾ എന്തായി ചെയ്യുന്നത്, അവൻ്റെ അച്ഛൻ്റെ നിലവ് പോലൊക്കെ ഉടക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്ന് നമ്മുടെ ലിൻഷ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ പുറത്ത് നിൽക്കുന്ന ആ ഒരു സീനിയർ പെണ്ണ് അവരുടെ കയ്യിലുള്ള ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ ടിയാന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു നിലവ് പലക കണ്ടെന്നുണ്ടാക്കി കളയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന ആകെ വിഷമവും. കാരണം ഇത്ര നാൾ അച്ഛൻ മരിച്ചു പോയിട്ട് ആ ഒരു പലക ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവൻ ജീവിച്ചത്, അച്ഛൻ മരിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് നഷ്ടമായപ്പോഴത്തേക്ക് അവൻ്റെ അച്ഛൻ അവനെ വിട്ട് പോയി എന്നുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും കേട്ടോ അവന് വരുന്നുണ്ടാവുക. പെട്ടെന്ന് നമ്മുടെ ടിയാന് വയനാട് ദേഷ്യം വന്നിട്ട് അവൻ്റെ പവറൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെയുള്ള എല്ലാവരും തന്നെ അവനിങ്ങനെ വീഴ്ത്തുന്നതായിട്ടോ കാണിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള ആ ഒരു സീനിയർ പെണ്ണ് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ ടിയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് അവരോടൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് അവരില്ലാതാക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ സീങ് അവിടേക്ക് വന്നിട്ട് സീങ്ങിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടിയാൻ്റെ പവറൊക്കെ ഒന്ന് നിയന്ത്രിച്ചിട്ട് അവനെ താഴത്തേക്കിനെ ഇരുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരോട് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ലേ, നിങ്ങൾ എന്തേ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീങ് അവരോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് നമ്മുടെ സീൻ പറയുന്നുണ്ട് ഇത് എല്ലാ വിഷയത്തെയും തലൈവരെ അറിയിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് തലൈവർ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ ഞങ്ങൾ ശിക്ഷ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീനോട് പറയുന്നുണ്ട് നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി ഉണ്ട്, അതായത് ടിയാനോട് ഒന്നില്ലെങ്കിൽ മാപ്പ് പറയാൻ പറയണം, അല്ലെന്നുണ്ടെങ്കിൽ അവനെ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടണം അങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീൻ ടിയാനോട് പറയുന്നുണ്ട് മാപ്പ് പറയുമെന്ന് പറയുമ്പോഴത്തേക്കും ടിയാൻ പറയും ഞാൻ അതിന് മാത്രമുള്ള തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാനെ നമ്മുടെ സീൻ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒരു ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട്. അവൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ ആ ഒരു നിലവ് പലകം എന്താണ് ശരിയാക്കാനായിട്ടൊക്കെ നോക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പൊ അവൻ ആദ്യം കുറച്ചൊക്കെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും മേലത്തെ ഒരു പീസ് മാത്രം കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതും കൂടി അറിയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് ഭയങ്കരമായിട്ട് സങ്കടം വരും. അവനൊക്കെ അറിയുന്നുണ്ട് കേട്ടോ, അച്ഛാ എന്നോട് ക്ഷമിക്കണം, എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല, എനിക്ക് എങ്ങനെയും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിലാണ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് തന്നെ കാണിക്കുന്നത് നമ്മുടെ സീങ്ങും ലിങ്ഷയും ആംഗ്ലിയും കൂട്ടിയിട്ട് ടിയാൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം അവിടെയുള്ള ഒരാൾ അയാളെ അവരാരെയും കടത്തിവിടുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഉള്ള ഒരാൾ പറയുന്നുണ്ട് അങ്ങോട്ട് കടത്തിവിടാനായിട്ട് നിങ്ങൾക്ക് അനുവാദമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് പറയും ഞാൻ തലൈവീൻ്റെ അടുത്ത് പോയിട്ട് അനുവാദം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീങ് ആ ഒരു തലൈവീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ടിയാൻ്റെ അടുത്തേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള താടിക്കാരൻ പറയുന്നുണ്ട് അവനൊരിക്കലും വെറുതെ വിടാൻ പറ്റത്തില്ല, കാരണം അവനോടുള്ള എല്ലാവരും തന്നെയും അടിച്ച് താടിയിട്ട് അവൻ്റെ ഏറ്റവും വലിയൊരു പവറാണ്, അത് ഇല്ലാതാക്കണം, അവനെ വലിയൊരു ജയിലിൽ കൊണ്ട് അടക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീന് ദേഷ്യം വരും കേട്ടോ. സീനെ പറയുന്നുണ്ട് അവൻ്റെ മാസ്റ്റർ ഞാനാണ്, അവൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്നത് നമ്മുടെ സുയാവ് നെട്ടിപ്പോകും കേട്ടോ. സുയാവ് ചോദിക്കുന്നുണ്ട് സീൻ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീങ് ആണെങ്കിൽ ഒന്നും ഇടാതെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിങ്ഷന്റെ കൂടെ പെരിയവരെയാണ് കേട്ടോ. പെരിയവരെ ഇങ്ങനെ അവരോട് ഇങ്ങനെ സണ്ട പിടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അതിനുള്ള അവകാശമല്ല, ഞാൻ തീരുമാനിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലിങ്ഷനെ കൂടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ടിയാൻ അവിടെ കാണിക്കുന്നുണ്ട്. ടിയാൻ ഒരുപാട് വലുതായ പോലെ താടി മിഷയൊക്കെ വന്ന പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരകത്തേക്ക് പോകുന്നുള്ള സൂചനയുണ്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ പെരിയവർ ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ വേണ്ടി സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന് സങ്കടം ആവട്ടോ, ക്ലോസ് ഫ്രണ്ട് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പെരിയവരിനെ പറയുന്നുണ്ട് അതെ എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അതേപോലെ തന്നെ നിൻ്റെ അച്ഛൻ മാംഗ്ലിൻ്റെ അച്ഛനെ കൊന്നു എന്ന് പറയുന്ന ആ സമയത്തും നിൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം കാണിക്കുന്നത് നമ്മുടെ മാംഗ്ലിനെയും സീങ്ങിനെയാണ് കേട്ടോ. സീനെ ടിയാനെ രക്ഷിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സുയാവ് നമ്മുടെ സീങ്ങിനെ പണിഷ്മെന്റ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അവളുടെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സീങ്ങിനെ പണിഷ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോട്ട് ഊരിയിട്ട് അവൻ്റെ മുതുക് കാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാംഗ്ലി ദൂരെ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇത് അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചിട്ട് നമ്മുടെ സീങ്ങിനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. അത് താങ്ങാനാവാണ്ട് നമ്മുടെ സീൻ താഴെ വീഴുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ പെരിയവരാണെന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് നമ്മുടെ ടിയാനെയും ലിങ്ഷനെയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീൻ ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ടിയാനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ടിയാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്തിന് താടിക്കാരനോടുള്ളവരൊക്കെ പറയുന്നുണ്ട് ടിയാനെ മാത്രമല്ല അവൻ്റെ മാസ്റ്ററേയും വെറുതെ വിട്ടാൽ പറ്റത്തില്ല, അവരെയും നല്ല പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും ആ സമയത്തിന് നമ്മുടെ ടിയാനാണെങ്കിൽ അവരടുത്ത് പോയിട്ട് തന്നെ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ സമയത്ത് എനിക്ക് പറ്റിപ്പോയ തെറ്റാണ്, എൻ്റെ ആ ഒരു തെറ്റിൻ്റെ പേരിൽ സീഗിനെയും ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ആ താടിക്കാരൻ പറയുന്നുണ്ട് ഇല്ല ഇവരെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവിനെ പറയുന്നുണ്ട് മതി നിർത്ത്, അവൻ ഇപ്പം എന്തായാലും അവൻ്റെതായ രീതിയിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് അവന് കൊടുക്കാവുന്ന ലാസ്റ്റ് ചാൻസ് ആണ്, ഇനി നീ ഇത് ആവർത്തിച്ചാൽ നിനക്ക് ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് വേഗം പൊക്കോളം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിയാണ് നിങ്ങൾ സീങ്ങിനെയും കൊണ്ട് പോകുന്നുണ്ട്, ടിയാൻ ലിങ്ഷനെയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ പെരിയവരെയും സുയാവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തിനു വേണ്ടിയിട്ടാണ് സീങ്ങിനെ ഇങ്ങനെ ഉപദ്രവിച്ചത്, അത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് പറയുന്നുണ്ട് അവൻ ചെയ്ത തെറ്റിനാണ് ഞാനൊരു പണിഷ്മെന്റ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സീങ്ങിനെയാണോ പിന്നെ കാണിക്കുന്നത്. സീങ്ങിനാണെങ്കിൽ നമ്മുടെ ടിയാൻ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ടിയാൻ ഇങ്ങനെ പറയുന്നുണ്ട് സങ്കടത്തോട് മാസ്റ്റർ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാന്ന് എനിക്കറിയാം, ആ സമയത്ത് ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സീങ്ങിനെ പറയുന്നുണ്ട് ഞാൻ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം നോക്കിയത്, നീ ദേഷ്യപ്പെടേണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ അവസരം നോക്കി വേണം നീ ദേഷ്യപ്പെടാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ താടിക്കാരനുണ്ട്. താടിക്കാരൻ ചൊങ്കേനെ അടുത്ത് വന്നിട്ട് പറയാണ് അവൻ എന്ത് ധൈര്യശാലിയാണ്, അവൻ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, അവൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചൊങ്ക പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉള്ള ഷുവാനെ പോലെ തന്നെയാണ് അവനെയും നമുക്ക് അടുക്കാനായിട്ട് സാധിക്കില്ല, കാരണം ഷുവാൻ്റെ കയ്യിൽ സീങ്കെ വാളുണ്ട്, നമ്മുടെ ടിയാൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വാങ്ഷു വാളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവരടക്കൽ ഭയങ്കര പ്രയാസമാണ്, അവർക്ക് ഭയങ്കര പവറാണുള്ളത്, പക്ഷെ നമുക്ക് ഇവരെ തടഞ്ഞേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ തലൈവർ അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തലൈവർ പറയുന്നുണ്ട് താടിക്കാരനെ പറഞ്ഞു നിൽക്കും എനിക്ക് ചൊങ്ക
ചൊങ്കനോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ താരക്കാരൻ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ചൊങ്ക ചോദിക്കുന്നുണ്ട്, ഇത്ര നാളും ഒരു പ്രാർത്ഥന പോലെ അവിടെ കറഞ്ഞു നടന്നിട്ട് ഇപ്പം എന്താ ഇത്ര സീരിയസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ തലവരി എന്നെ പറയുന്നുണ്ട് കേട്ടോ, ടിയാൻ വളരെ നല്ലൊരു പയ്യനാണ്, നീ അവനെ ഭയങ്കരമായിട്ട് അവനെ ഉപദ്രവിച്ചിട്ട് മറ്റുള്ളവരെയും ഉപദ്രവിക്കരുത്, അത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പറഞ്ഞ് നിൽക്കുന്നതിലാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ കുറിച്ച് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ് തസ്നി, ബൈ.